തിരുവനന്തപുരത്തൊക്കെ നടന്ന വളരെ ദാരുണമായിട്ടുള്ള ഇൻസിഡൻറ്റ്. ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവാൻ കാരണം മാലിന്യമാണ്. പ്ലാസ്റ്റിക് ഉണ്ടോ വണ്ടിയിൽ? അപ്പോൾ പ്ലാസ്റ്റിക് 1-ാം തീയതി മുതൽ കണ്ടു കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടാവും. അപ്പോൾ ചുരത്തിൻ്റെ അവിടെ ഒന്നും പ്ലാസ്റ്റിക് ഇടരുത്. മാതൃഭൂമി പോലെയുള്ള മീഡിയ ഒക്കെ തുടക്കം മുതൽ അതിൻ്റെ പരിപാടിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇന്നെടുത്ത ആ സ്റ്റോറിയൊക്കെ വളരെ ഉപകാരപ്പെട്ടു. കേരളം നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലമാക്കിയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. നിലമ്പൂരും നാടുകാണിച്ചവരൊക്കെ അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഈ കാണുന്ന നാടുകാണിച്ചുരത്തിലേക്ക് പോകുന്ന സമയത്ത് വൈക്കടവ് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ഈ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് ഇല്ലേ, അത് 2022 ഓഗസ്റ്റിൽ നമ്മൾ നടത്തിയ ഒരു മാസ് ക്ലീനിങ് ക്യാമ്പയിനിങ് ചെയ്തിരുന്നു. അതിൻ്റെ വിജയമാണ്. അന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, 1250 കിലോഗ്രാം പ്ലാസ്റ്റിക്കാണ് അന്ന് കളക്ട് ചെയ്യാൻ പറ്റിയത്. അതിൽ 800 കിലോഗ്രാമും ഡയപ്പേഴ്സ് മാത്രമായിരുന്നു. ഇത്തരത്തിലുള്ളൊരു കാര്യം അധികാരികളുടെ അടുത്തേക്ക് എത്തിക്കുന്ന സമയത്തും ഈ ആളുകൾ കൂട്ടമായിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു ചെക്ക് പോസ്റ്റ് ഇവിടെ നിർമ്മിക്കാനും സ്ഥാപിക്കാനൊക്കെ കാരണമായത്. എല്ലാവരും ക്ലീൻ ചെയ്യാറുണ്ട്. ഇത് കൃത്യമായിട്ട് നിക്ഷേപിക്കുന്ന സംവിധാനം ഇല്ലാതിരിക്കലാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ഒരു സ്ഥലത്തേക്ക് മാത്രം കൂട്ടിയിടുന്നൊക്കെ സിസ്റ്റമാണ് ഉണ്ടാവാറുള്ളത്. ഇതിനെ വേരോടെ പെയ്തെറിയുക എന്നുള്ളൊരു പരിപാടിയാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ നമ്മളൊക്കെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന അന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ പോകുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാവുന്നത് വീണ്ടും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മാലിന്യം അവിടെ വീണ്ടും നിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു നിയമ സംവിധാനം വന്നാൽ മാത്രമാണ് ഇതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലായി. ഞങ്ങൾ നിരന്തരമായിട്ട് ആഴ്ചയിൽ 1 തവണയോ 2 തവണയോ ഒക്കെ ഞങ്ങൾ അതിലൂടെ യാത്ര ചെയ്യും. യാത്ര ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഓരോ ഫോട്ടോഗ്രാഫുകളും ഞങ്ങൾ പകർത്തും. അങ്ങനെ പകർത്തുന്ന സമയത്ത് മുള്ളംപന്നി പ്ലാസ്റ്റിക് കഴിക്കുന്നത് കാണുന്നുണ്ട്, സിംഹവാലം കുരങ്ങുകൾ പ്ലാസ്റ്റിക് കുപ്പിയായിട്ട് ഇരിക്കുന്നത് കാണുന്നുണ്ട്, ആന പ്ലാസ്റ്റിക് കഴിക്കുന്നത് കാണുന്നുണ്ട്, ഡയപ്പർ കഴിക്കുന്നത് കാണുന്നുണ്ട്, മറ്റുള്ള ജീവജാലങ്ങൾ പ്ലാസ്റ്റിക് കഴിക്കുന്നത് കാണുന്നുണ്ട്. ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒക്കെ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്തു. മുഖ്യമന്ത്രിക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് കണ്ടുള്ള ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ്, മാലിന്യം അങ്ങോട്ട് കൊണ്ടുപോകുന്നത് തടയണം എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റുകൾ അവിടെ സ്ഥാപിക്കണം എന്നുള്ളത് നമ്മൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ ഒരു സ്ഥലത്തു നിന്നും നമുക്ക് കൃത്യമായിട്ടുള്ള മറുപടികളൊന്നും ആ സമയം വരെ കിട്ടിയിട്ടില്ല. അവസാനം നമ്മളെ കക്ഷിത്തുരുമ്പ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലാ കളക്ടർ വിനോദ് സാറിനെയാണ്. സാദിഖലി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഒരു വലിയ പ്രശ്നമായിട്ട് കുറച്ച് ഫോട്ടോയായിട്ട് വന്നപ്പോഴാണ് ഈ പ്രശ്നത്തിൻ്റെ ഇത്ര വലിയ ഭീകരത ഞാൻ മനസ്സിലാക്കി. വഴിയിൽ വാഹനം നിർത്തി ചിലർ പാചകം ചെയ്യുന്നു, ചിലർ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വരുന്നത് കുറച്ച് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടവും വേസ്റ്റും എല്ലാം കൂടെ കാട്ടിലേക്കും ഇടുക, അതാണ് ചെയ്യുന്നത്. ഈ നിക്ഷേപിക്കുന്നതിനകത്ത് ടേസ്റ്റ്, ഉപ്പ് തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വന്യമൃഗങ്ങൾ ഇതൊന്നും കഴിക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആമാശയത്തിന് ബാധിക്കുന്നു, അതിൻ്റെ ആരോഗ്യത്തിന് ബാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത് ഒരു പരിധിവരെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, മൃഗങ്ങൾ വന്ന് നമ്മൾ ആക്രമിക്കുന്ന പ്രശ്നം, നമ്മുടെ കൃഷി സ്ഥലങ്ങൾ ആക്രമിക്കുന്ന പ്രശ്നം, അങ്ങനെയുള്ള പ്രശ്നത്തിന് വിവിധ കാരണങ്ങളിൽ ഒരു കാരണം വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് കൂടിയാണ്. വൈക്കടവ് പഞ്ചായത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് കോളറ അസുഖം, മഞ്ഞപ്പിത്ത അസുഖങ്ങളൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണെന്നുള്ളതാണ്. ഈ നാടുകാണിച്ചുരത്തിലേക്ക് പ്ലാസ്റ്റിക്കും മാലിന്യമൊക്കെ വലിച്ചെറിയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഡയപ്പർ പോലെയുള്ള മലം പോലെയുള്ള മാലിന്യം വിസർജ്യമൊക്കെയാണ് അവിടെ വലിച്ചെറിയുന്നത്. ഇത്തരത്തിൽ വലിച്ചെറിയുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതൊക്കെ വെള്ളത്തിലേക്കാണ് കലർന്നു വരുന്നത്. പ്രധാനമായിട്ടും ചാലിയാർ പുഴയിലെ 2 കൈവേരികൾ വരുന്നത് ഈ നാടുകാണിച്ചുരത്തു നിന്നാണ്. ഈ വെള്ളമൊക്കെ ചാലിയാറിലേക്കാണ് വരുന്നത്. ഈ വെള്ളമാണ് അവിടുത്തെ പ്രദേശവാസികൾ കുടിക്കുന്നത്. നാടുകാണിച്ചുരത്തിൽ ആനകൾ ധാരാളമായിട്ടുണ്ട്. ഈ ആനയുടെ കാലിൽ എന്ത് ചെയ്യുന്നറിയോ, ഈ പ്ലാസ്റ്റിക് കുപ്പികളല്ല തട്ടുന്നത്, ഈ മദ്യക്കുപ്പികളാണ് കയറുന്നത്. ഈ മദ്യക്കുപ്പികൾ കയറുന്ന സമയത്ത് അതിൻ്റെ കാലിൽ കുരുന്നുണ്ടാവും. ആനയുടെ കാൽപ്പാടെന്ന് പറയുന്നത് മണൽച്ചാക്ക് പോലെയാണ്. ഇതിലേക്ക് കുപ്പിറ്റിൽ കുത്തി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാവും. അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ അത് ഉപദ്രവിക്കും. അതിൻ്റെ പുറമെ ഇത് കൃഷിയിടത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഇത്തരത്തിലുള്ള ചെക്ക് പോസ്റ്റുകളൊക്കെ വന്നാൽ മാത്രമാണ് ഇതിനൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ. നാടുകാണി ചുരംപാത സംസ്ഥാന അതിർത്തി ഏകദേശം 10 കിലോമീറ്ററാണുള്ളത്. ഈ 10 കിലോമീറ്ററും വനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കടന്നു പോകുന്ന മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മാലിന്യ നിക്ഷേപം ഉണ്ടാകുന്നത്. ആ മാലിന്യ നിക്ഷേപത്തെ തടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ 3 സ്ത്രീകളെ ദിവസക്കൂലി വാച്ചർമാരായി വെച്ചിട്ടുണ്ട്. അവരിതുപോലെ മാലിന്യം കളക്ട് ചെയ്യുകയും അത്തരം മാലിന്യങ്ങൾ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. നാടുകാണി ചുരത്തിലേക്ക് വരുന്ന വാഹനങ്ങളും ചുരത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വാഹനങ്ങളും പരിശോധിക്കുകയും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത് എന്ന് ആദ്യം 1 മാസത്തേക്ക് ഒരു ബോധവൽക്കരണ തലത്തിൽ നോട്ടീസുകൾ കൈമാറി അവരോട് ആവശ്യപ്പെടുകയും ചെയ്യും. 1 മാസത്തിന് ശേഷം
ഈ തരത്തിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ ഫൈൻ ഏർപ്പെടുത്തുകയും ഇനി പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുകയും ചെയ്യുന്നതിനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പകരം സംവിധാനങ്ങൾ, അതായത് അവർ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് 2 ലിറ്ററിൻ്റെയും 1 ലിറ്ററിൻ്റെയും ബോട്ടിലുകൾ വെള്ളം കൊണ്ടുവരികയാണെങ്കിൽ പകരം ജാറുകളിലേക്ക് ആ വെള്ളം പകർന്നിട്ട് ആ ജാറുകൾ കൊടുക്കുന്ന സംവിധാനം. ഭക്ഷണം കഴിക്കുന്നതിന് അവർ കൊണ്ടുവരുന്ന നിരോധിത ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ചിട്ട് പ്ലേറ്റുകൾ വാടകയ്ക്ക് അല്ലെങ്കിൽ വിലയ്ക്കും വിൽക്കുന്ന സംഗതികളിലുമൊക്കെ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. മലപ്പുറം ജില്ല ആദ്യം എല്ലാ സ്ഥലങ്ങളിലും അവിടുന്ന് തുടങ്ങിയിട്ട് ഓരോ സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമുക്കുള്ളത്. കേരളത്തിൽ ഏകദേശം 16 ചുരംപാതകളാണുള്ളത്. ഓരോ ചുരംപാതകളിലും ഇത്തരത്തിലുള്ള സംവിധാനം ചെയ്യാനുള്ള ദൗത്യത്തിലാണ് ഞങ്ങളുടെ ഒരു ടീം മുന്നോട്ട് പോകുന്നത്. ഇവിടെ ധാരാളം ജീവജാലങ്ങളൊക്കെ ഉണ്ട്. ഇവരൊക്കെ നമ്മളൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഭൂമിയിൽ അത്യാവശ്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്.